നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ദ ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്കറിയാമോ, ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഭവിഷ്യത്തുകൾ 5 പ്രധാന ഭവിഷ്യത്തുകളാണുള്ളത്. ഒന്നാമത്തെ ഭവിഷ്യത്താണ് കൂടിയ നിരക്കിലുള്ള മരണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 തൊട്ട് 30% ആളുകൾ, സ്ട്രോക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് അകാല മരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് തടയണമെങ്കിൽ നമ്മൾ സ്ട്രോക്ക് തടഞ്ഞേ തീരും. രണ്ടാമത്തെ ഒരു ഭവിഷ്യത്താണ് നമ്മുടെ വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്, അഥവാ ഡിസബിലിറ്റീസ് ഉണ്ടാകുന്നത്. വൈകല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ബലക്കുറവായിട്ട് വരാം. അതായത് ഒരു സൈഡിൻ്റെ ബലക്കുറവ്, കാല് ബലക്കുറവ്, കൈ ബലക്കുറവ്, ഇങ്ങനെയൊക്കെ. അപ്പം മോട്ടോർ ഡിസബിലിറ്റി ഉണ്ടാകാം. അതുപോലെ തന്നെ സംസാരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് സംസാരം മനസ്സിലാകുന്നില്ല, സംസാരം കുറയുന്നു, കൂടുന്നു, കുഴയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ള ആ ഒരു വൈകല്യം നമുക്ക് തടയാനായിട്ട് സ്ട്രോക്ക് തടയുന്നതിലൂടെ കഴിയും. പിന്നീടുള്ള മറ്റൊരു വൈകല്യമാണ് നമ്മുടെ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, അഥവാ മേധാക്ഷയം. ഓർമ്മ, സംസാരം, പെരുമാറ്റം, ആളുകളോടുള്ള ഇടപെടൽ, കാര്യങ്ങൾ സീക്വൻഷ്യലായിട്ട് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ഉള്ള ആ ഒരു കണ്ടീഷനെ നമ്മൾ മേധാക്ഷയം, ആ ഒരു കഴിവ് നഷ്ടപ്പെടുന്നതിനാണ് മേധാക്ഷയം എന്ന് പറയുന്നത്, അഥവാ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് തടയാൻ കഴിയും. ഇനിയുള്ളതാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അതായത് ക്വാളിറ്റി ഓഫ് ലൈഫ് സ്ട്രോക്ക് വന്നാൽ കുറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടും നമ്മൾ വളരെയധികം ഇമ്പാക്റ്റ് ഈ സ്ട്രോക്ക് കാരണം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയും. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ വളരെ പാടാണ്. അതുകൊണ്ട് സ്ട്രോക്ക് തടഞ്ഞാലേ പറ്റുള്ളൂ. ഇനിയുള്ളൊരു മറ്റൊരു ഭവിഷ്യത്താണ് ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. അത് ആ ചികിത്സാ ചെലവ് വളരെയധികം ഉയരുന്നത്. കാരണം ഈ സ്ട്രോക്കിന് ചികിത്സ തന്നെ വളരെയധികം ഭീമമായ ഒരു തുകയായിട്ട് വരും. അതുപോലെ ഡെയിലി ആയിട്ടുള്ള ഫിസിയോതെറാപ്പിയും അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാത്തിനും വളരെയധികം ചിലവേറിയതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വളരെയധികം നമ്മുടെ വ്യക്തിക്കും കുടുംബത്തിനും സിസ്റ്റത്തിനും അത് വളരെയധികം ചിലവുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് തടയണമെങ്കിൽ സ്ട്രോക്ക് തടയണം. പിന്നെയുള്ളതാണ് നമ്മുടെ ഇമോഷണൽ ഡിസ്ട്രസ്, അതായത് വൈകാരികമായിട്ടുള്ള ക്ലേശങ്ങൾ. അവ തടയണമെങ്കിൽ, അത് വൈകാരികമായ ക്ലേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രോഗിക്ക് ചിലപ്പോൾ അമിതമായ ദേഷ്യമായിരിക്കാം, സങ്കടമായിരിക്കാം, ചിലപ്പോൾ അവർ വിഷാദത്തിലേക്ക് പോകാം, ചിലപ്പോൾ ഉത്കണ്ഠ ഉണ്ടാകാം. ഇത് രോഗിക്ക് മാത്രമല്ല, രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തടയണമെങ്കിൽ നമുക്ക് സ്ട്രോക്ക് തടഞ്ഞേ പറ്റുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുക. നന്ദി.